ഗുഡ് മോർണിംഗ്. നമ്മുടെ അടുത്ത സെഷൻ മൊഡ്യൂൾ 2-ൻ്റേത് സ്ട്രെസ് മാനേജ്മെൻ്റ് ആണ്. സോ ഇന്ന് നമുക്ക് സ്ട്രെസ് മാനേജ്മെൻറ്റ് ഡിസ്കസ് ചെയ്യാം. വാട്ട് ഇസ് സ്ട്രെസ്? ആദ്യകാലങ്ങളിൽ ഇന്നത്തെ സാഹചര്യമല്ല മനുഷ്യനുള്ളത്. അപ്പം ദേ റെസ്പോണ്ടഡ്, their ബോഡി റെസ്പോൺസസ് വേർ ഫോർ ഡേഞ്ചറസ് സിറ്റുവേഷൻസ്. അപ്പം ഒത്തിരി പ്രശ്നങ്ങളുള്ള സിറ്റുവേഷൻസ് ലൈക്ക് വൈൽഡ് ആനിമൽസ്, എക്സ്ട്രീം വെതർ ക്ലൈമറ്റ്, മറ്റുള്ള ആൾക്കാരിൽ നിന്നുമുള്ള ഭീഷണി, അങ്ങനത്തെയുള്ള പല ഭീഷണികൾ നേരിട്ടാണ് അവർ ജീവിച്ചിരുന്നത്. അത് അവരുടെ ബോഡി ഹാൻഡിൽ ചെയ്തിരുന്നത് ഇസ് ബൈ ഹോർമോണൽ ചേഞ്ചസ്, അഡ്രിനാലിൻ റഷ് ആയിട്ടാണ് അത് ഹാൻഡിൽ ചെയ്തിരുന്നത്. അപ്പം ബ്ലഡ് പ്രഷർ കൂടും, ഹാർട്ട് റേറ്റ് കൂടും, ബ്രീതിങ് സ്പീഡ് കൂടും, മസിൽസ് ഒക്കെ ടെൻസ്ഡ് ആയിരിക്കും, ഷാർപ്നെസ് ഓഫ് സെൻസസ് എന്ന് വെച്ചാൽ നന്നായിട്ട് ചെവി കേൾക്കാനും കാണുന്നത് ഭയങ്കര അലേർട്ടായിട്ടുള്ള സിറ്റുവേഷൻ ആയിരിക്കും. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും ഇതേ റെസ്പോൺസ് സിസ്റ്റമാണ് നമ്മുടെ ബോഡിയിൽ ഇൻഗ്രെയിൻഡ് ആയിട്ടുള്ളത്. ഓക്കെ, നമ്മുടെ DNA-യിൽ ജനറ്റിക് ആയിട്ട് ഇൻഗ്രെയിൻഡ് ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോഴും എന്തെങ്കിലും ത്രെട്ടനിങ് ആയിട്ട് നമ്മുടെ മൈൻഡ് പെർസീവ് ചെയ്യുന്ന എന്തെങ്കിലും ത്രെട്ടനിങ് ആയിട്ട് ആണ് ഫീൽ ചെയ്യുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കലി അന്നേരം ബോഡി റെസ്പോണ്ട് ചെയ്യുന്നത് ഇതേ രീതിയിലാണ്. ബ്ലഡ് പ്രഷർ കൂടുന്നു, ഹാർട്ട് റേറ്റ് കൂടുന്നു, ബ്രീതിങ് സ്പീഡ് കൂടുന്നു, മസിൽസ് ഒക്കെ ടെൻസ്ഡ് ആകുന്നു, സെൻസസ് എല്ലാം ഷാർപ്പായിട്ടിരിക്കുന്നത്, തലവേദനയൊക്കെ അങ്ങനെയൊക്കെ എടുക്കാനായിട്ട് തുടങ്ങും. ആ ഒരു രീതിയിലാണ് റെസ്പോണ്ട് ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെ സ്ട്രെസ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയുടെ എന്തെങ്കിലും ഒരു സാഹചര്യം കൂടുതൽ നമ്മളിൽ നിന്നും കൂടുതൽ പ്രതീക്ഷിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനെ വേണ്ടിയിട്ട് അഡ്ജസ്റ്റ്മെന്റ് നടത്തുന്നതാണ് ശരിക്കും സ്ട്രെസ്. ഓക്കെ, അപ്പോൾ ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ ഇത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. നമ്മൾ അലേർട്ട് ആയിരിക്കും, നമുക്ക് ആ സിറ്റുവേഷനെ അതിജീവിക്കാനായിട്ടുള്ള ഒരു കേപ്പബിലിറ്റിയാണ് ഈ സ്ട്രെസ് വരുമ്പോൾ നമ്മുടെ ബോഡി നമുക്ക് റെസ്പോൺസിലൂടെ തരുന്നു. പക്ഷേ ഇതേ സിറ്റുവേഷൻ നമ്മൾ പല പ്രാവശ്യം നടക്കുകയാണെന്നുണ്ടെങ്കിൽ, എല്ലാ ദിവസവും നമുക്ക് സ്ട്രെസ് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് സ്റ്റാർട്ട്സ് കോസിങ് ഹാംഫുൾ ഹെൽത്ത് ഇഫക്ട്സ്. അപ്പോൾ നമ്മുടെ ശരീരത്തെ അത് പ്രതികൂലമായിട്ട് ബാധിക്കാനായിട്ട് തുടങ്ങും. ഓക്കെ, സോ അതിനെ എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് പഠിക്കുന്നത്. ഓക്കെ, വാട്ട് ആർ ദ നോർമൽ ഇപ്പോഴത്തെ കാലത്ത് റീസൺസ് ഫോർ സ്ട്രെസ്? ഒന്ന്, നമുക്ക് പഠിത്തം, അല്ലെങ്കിൽ ജോലി ചെയ്യുന്നവരാണെങ്കിൽ ജോലിയിലുള്ള പ്രഷറുകൾ. ഓക്കെ, ഷെഡ്യൂള് ഹെക്റ്റിക് ആയിട്ട് ഒന്നിന് പുറകെ ഒന്ന് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഹെക്റ്റിക് ഷെഡ്യൂളാണ് നമുക്കുള്ളതെങ്കിൽ അതും സ്ട്രെസ് കോസ് ചെയ്യാം. അതുപോലെ ജീവിതത്തിൽ പെട്ടെന്ന് വലിയ ചേഞ്ചസ് ഉണ്ടാകുമ്പോൾ അത് നമുക്ക് സ്ട്രെസ് ഉണ്ടാക്കാം. ഫൈനാൻഷ്യൽ പ്രോബ്ലംസ്, പൈസയ്ക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, ഫാമിലിയിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ, പെസിമിസം, നാച്ചുറലി നമ്മൾ ഏതൊരു സാഹചര്യം കണ്ടാലും അതിൻ്റെ നെഗറ്റീവ് സൈഡാണ്, അത് ഒരിക്കലും ശരിയാവില്ല എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് നമുക്കുള്ളതെങ്കിൽ അത് നമുക്ക് സ്ട്രെസ് ഉണ്ടാക്കും. അൺസർട്ടനിറ്റി, നമുക്കറിയത്തില്ല എന്താ നാളെ സംഭവിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ അടുത്ത നിമിഷം എന്താ സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്കറിയത്തില്ല. ആ ഒരു അൺസർട്ടനിറ്റി നമുക്ക് സ്ട്രെസ് ഉണ്ടാക്കാം. ഓക്കെ, നമ്മൾ തന്നെ നമ്മളോട് എപ്പോഴും നെഗറ്റീവായിട്ടാണ് നമ്മുടെ തോട്ട്സ് എപ്പോഴും ഉള്ളതെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി സ്ട്രെസ്ഡ് ആയിരിക്കും. പിന്നെ മറ്റേ അറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർഫെക്ഷനിസം. എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിട്ടേ ചെയ്യത്തുള്ളൂ, എല്ലാം കറക്റ്റ് ആയിരിക്കണം, ഒരു ചെറിയൊരു മാറ്റം പോലും ഉണ്ടാവാൻ പാടില്ല എന്ന് വാശി പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്ട്രെസ് ഉണ്ടാവാം. സോ ദീസ് ആർ ദ സം ഓഫ് ദ ജനറൽ റീസൺസ് ഫോർ സ്ട്രെസ്. നൗ വാട്ട് ആർ ദ സിംറ്റംസ് ഓഫ് സ്ട്രെസ്? സ്ട്രെസ്സിൻ്റെ സിംറ്റംസിനെ 4ആയിട്ടാണ് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും നമ്മൾ സ്ട്രെസ്ഡ് ആണെന്ന് ഈ ഒരു കാര്യം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. 1 കോഗ്നീറ്റീവ്, 2 ഇമോഷണൽ, 3 ഫിസിക്കൽ, 4 ബിഹേവിയറൽ. കോഗ്നീറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൻ്റെ ചിന്തകളാണ്. അപ്പം നമുക്ക് ഓർമ്മ നിൽക്കുന്നില്ല, അല്ലെങ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുകളുണ്ട്, അല്ലെങ്കിൽ എപ്പോഴും നമുക്ക് ആങ്ഷ്യസാ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതൊരു തോട്ട് പ്രോസസ്സിൻ്റെ സിംറ്റമാണ്, സ്ട്രെസ്സിൻ്റെ സിംറ്റം. ഇനി ഇമോഷണൽ, ഐ എം ഓൾവേസ് സാഡ് ഓർ ഡിപ്രസ്ഡ്. ആങ്സൈറ്റി എന്ന് വെച്ചാൽ എല്ലാത്തിനെ കുറിച്ച് എനിക്ക് അങ്ങ് ടെൻഷനും വറിയുമാണ്, ഇറിറ്റേഷനാണ് എപ്പോഴും. ഞാൻ തന്നെയാണെന്നുള്ള തോന്നലാണ്, ആരുടെ അടുത്ത് എനിക്ക് മിങ്കിൾ ചെയ്യാനൊന്നും താല്പര്യമില്ല. എല്ലാം കൂടെ ആകുമ്പോൾ എനിക്ക് എന്തോ പോലെ വന്നിട്ട് എനിക്ക് അങ്ങ് ഐ എം ബിക്കമിങ് ഓവർവെൽഡ്. എല്ലാം ഒന്ന്
വിട്ടുപോയാൽ മതി എന്ന് തോന്നുന്നു. അതൊക്കെ ഇമോഷണലായിട്ട് നമ്മുടെ ഫീലിങ്സിൽ നിന്ന് വരുന്ന റെസ്പോൺസസ് ആണ്. ദാറ്റ് ഷോസ് ദാറ്റ് ദർ ഇസ് സ്ട്രെസ്. പിന്നെ ചിലർക്ക് കോഗ്നിറ്റീവും ഇമോഷണലും ഒന്നും ആയിരിക്കത്തില്ല, ഫിസിക്കലായിരിക്കും. എന്നുവെച്ചാൽ ശരീരം അവിടെ ഇവിടെയൊക്കെ വേദനകളുണ്ടെന്ന് നമുക്ക് തോന്നുന്നു. ആശുപത്രി കൊണ്ടുപോയി ചെക്കപ്പ് ഒക്കെ ചെയ്യുമ്പോഴത്തേനും ഒരു പ്രശ്നം കാണാനുമില്ല, ഡോക്ടേഴ്സിനൊന്നും ഒന്നും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അത് സ്ട്രെസ് ആകാം. ഓക്കെ. ചിലർക്ക് ഡൈജസ്റ്റീവ് പ്രോബ്ലംസ് ആയിരിക്കും, എന്നും കഴിച്ചാൽ ദഹിക്കുന്നില്ല, അല്ലെങ്കിൽ വിശപ്പില്ല, അങ്ങനത്തെ എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ ഛർദ്ദിക്കാൻ വരുന്നു, ചെസ്റ്റ് പെയിൻ ആയിട്ട് തോന്നുന്നു, അങ്ങനത്തെയൊക്കെ ഹാർട്ട് റേറ്റ് കൂടുന്നു, അങ്ങനത്തെ ഫ്രീക്വൻ്റ് ആയിട്ട് പലതരം അസുഖങ്ങൾ ഉണ്ടാകുന്നു. ഇതിനൊന്നിനും കാരണമൊട്ട് ഡോക്ടേഴ്സിന് കണ്ടുപിടിക്കാനും പറ്റുന്നില്ല. അതൊക്കെയാണ് ഫിസിക്കൽ റെസ്പോൺസസ് ഓഫ് സിംറ്റംസ് ഓഫ് സ്ട്രെസ്. ഓക്കെ. പിന്നെ നാലാമതൊരു കാറ്റഗറിയാണ് ബിഹേവിയറൽ. നമ്മുടെ സാധാരണ നമ്മൾ ചെയ്യുന്ന നമ്മുടെ സ്വഭാവങ്ങൾ മാറുന്നു. അതിനെയാണ് ബിഹേവിയറൽ സിംറ്റംസ് എന്ന് പറയും. ബിഹേവിയറൽ സിംറ്റംസ് ഇപ്പം നമുക്ക് വിശപ്പ് തോന്നുന്നില്ല, ഉറക്കം കിട്ടുന്നില്ല, മറ്റുള്ളവരുമായിട്ടൊന്നും നമ്മൾ സാധാരണ എല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്യുന്ന ഒരുവിധമൊക്കെ സോഷ്യലായിട്ടുള്ള ആൾക്കാർക്ക് സഡൻലി ആരോടും മിണ്ടാനോ പറയാനോ ഒന്നും പോകാനോ ഒന്നും തോന്നുന്നില്ല, ജോലി ചെയ്യാൻ തോന്നുന്നില്ല. ഒരു പ്രോക്രാസ്റ്റിനേഷൻ. പ്രോക്രാസ്റ്റിനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോൾ ജോലി ചെയ്യാനായിട്ട് നമുക്ക് ജോലിയുണ്ട്, ജോലി ചെയ്യണം, അത് നമുക്കറിയാം, പക്ഷെ ചെയ്യാൻ തോന്നുന്നില്ല, മാറ്റി മാറ്റി വെച്ചുകൊണ്ടിരിക്കുക. അതിനെയാണ് പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. പിന്നെ സബ്സ്റ്റൻസ് അബ്യൂസ്, അതൊക്കെ എക്സ്ട്രീം കേസസ് ആണ്. സബ്സ്റ്റൻസ് അബ്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കള്ളു കുടിക്കുക, സിഗരറ്റ് വലിക്കുക, മറ്റേ ഡ്രഗ്സ് എടുക്കുക, അങ്ങനത്തെയൊക്കെ കാര്യങ്ങളാണ് സബ്സ്റ്റൻസ്. ഒത്തിരി ഭക്ഷണം കഴിക്കുക, അമിത ഭക്ഷണം കഴിക്കുക, അതെല്ലാം സബ്സ്റ്റൻസ് അബ്യൂസ്. ഓക്കെ. പിന്നെ നെർവസ് ഹാബിറ്റ്സ്, നഖം കടിക്കുന്ന പോലത്തെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കുന്നത്, തലവെട്ടിക്കുന്നു, നോക്കുന്നു, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നെർവസ് ആയിട്ടുള്ള ഹാബിറ്റ്സ് കാണിക്കുന്നതാണ് ബിഹേവിയറൽ സിംറ്റംസ് എന്ന് പറയും. അങ്ങനെ ഈ 4 സിംറ്റംസ് ആണ് വെളിയിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്ന സിംറ്റംസ് ആണ് ബിഹേവിയറലും ഫിസിക്കലും. കോഗ്നിറ്റീവും ഇമോഷണലും നമ്മൾ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്ന കാര്യങ്ങൾ. ഓക്കെ. പിന്നെ ഉള്ളത് സ്ട്രെസ് മാനേജ്മെന്റ്. അപ്പം എന്താണ് സ്ട്രെസ് മാനേജ്മെന്റ്? എല്ലാവരുടെയും ജീവിതത്തിൽ സ്ട്രെസ് ഉണ്ടാവും, പക്ഷെ അതിനെ ഡിഫറെൻറ്റ് പീപ്പിൾ മാനേജ് ചെയ്യുന്നത് ഡിഫറെൻ്റ് ആയിട്ടാണ്. അപ്പോൾ കൂടുതൽ സ്ട്രെസ്സൊക്കെ അനുഭവിക്കുന്നവർക്ക് മാനേജ് ചെയ്യാനായിട്ട് ചില ടെക്നീക്സ് ഉണ്ട്. അതിലെ ഒരു ടെക്നീക്കാണ് സ്ട്രെസ് ഡയറി എന്ന് പറയുന്നത്. ഓക്കെ. അതിൽ ഇത്രയേ ഉള്ളൂ, നമ്മൾ സ്ട്രെസ് ഉണ്ടാകുന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്ത് വെക്കുക. ഈ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് അത് ഇടയ്ക്കിടയ്ക്ക് അനലൈസ് ചെയ്തിട്ട് നമ്മുടെ റെസ്പോൺസസ് ഏത് രീതിയിൽ ചേഞ്ച് ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ നോട്ട് ചെയ്ത് വെക്കുന്നതിനാണ് സ്ട്രെസ് ഡയറി. അതിൻ്റെ ടിപ്പിക്കൽ ഫോർമാറ്റ് എന്ന് പറയുന്നത് ഡേറ്റും ടൈമും എഴുതുക, എന്നിട്ട് ആ മോസ്റ്റ് റീസെൻ്റ് ആയിട്ടുള്ള സ്ട്രെസ്ഫുൾ എക്സ്പീരിയൻസിനെ ഡിസ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് എഴുതുക ഹൗ ഹാപ്പി യു ഫീൽ. ആ ഒരു സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ഈ കുറച്ച് കഴിഞ്ഞപ്പം ഹൗ ഹാപ്പി ആർ യു ഫീലിംഗ് ഓൺ എ സ്കെയിൽ ടു 0 to 10. എന്ന് വെച്ചാൽ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ എം നോട്ട് അറ്റ് ഓൾ ഹാപ്പി, 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ എം വെരി ഹാപ്പി. അപ്പോൾ ആ ഒരു റേറ്റിൽ ഒരു മാർക്ക് കൊടുക്കുക ഹാപ്പിനെസ്സിന് വേണ്ടി. കറണ്ട് മൂഡ്, ഇപ്പോഴത്തെ നമ്മുടെ മൂഡ് എന്താ, അത് എഴുതി വയ്ക്കുക. നമ്മൾ ജോലി ചെയ്യുന്നതിന് എത്ര എഫക്റ്റീവ്നെസ് ഉണ്ട്, അതും സ്കെയിൽ ഓഫ് 0 to 10. 0 എന്ന് പറഞ്ഞാൽ ജോലി ചെയ്യാനേ പറ്റുന്നില്ല, 10 എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, 100% ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ ഒരു സ്കെയിലിൽ മാർക്ക് കൊടുക്കുക ജോലി ചെയ്യുന്നതിൻ്റെ എഫക്റ്റീവ്നെസ്സിന്. പിന്നെ ഈ സിറ്റുവേഷനൊക്കെ പഠിച്ചിട്ട് നമ്മൾ തന്നെ ചിന്തിച്ചാൽ നമ്മൾ എഴുതുക എന്താണ് ഈ സ്ട്രെസ്സിൻ്റെ കോസ്, ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കോസ് എന്താണെന്നുള്ളത് നമ്മൾ എഴുതി വയ്ക്കുക. ഫിസിക്കൽ സിംറ്റംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ സ്ട്രെസ്സിൻ്റെ അത് എഴുതി വയ്ക്കുക. എന്നിട്ട് ഏത് രീതിയിലാണ് നമ്മൾ ആ സ്ട്രെസ്സിനെ റെസ്പോണ്ട് ചെയ്തതെന്നുള്ളത് എഴുതിയിട്ട് ആ റെസ്പോൺസ് നമ്മളെ സഹായിച്ചോ അതോ നമ്മളെ സിറ്റുവേഷൻ കൂടുതൽ വേഴ്സ് ആക്കിയേ ഉള്ളൂ, അതും ലോഗ് ചെയ്ത് വെക്കുക. ഇത്രയും ലോഗ് ചെയ്ത് വെച്ച് കഴിയുമ്പോഴത്തേനും നമുക്ക് പീരിയോഡിക്കലി അനലൈസ് ചെയ്ത് നമ്മുടെ റെസ്പോൺസസിനെ ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. പോസിറ്റീവായിട്ട് സ്ട്രെസ്സിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് നമുക്ക് തന്നെ നമ്മളെ തന്നെ ക്രമീകരിക്കാനായിട്ട് പറ്റും. അതിന് വേണ്ടിയിട്ടാണ് സ്ട്രെസ് ഡയറി യൂസ് ചെയ്യുന്നത്. ഓക്കെ. നൗ വാട്ട് ആർ ദ 4 A's ഓഫ് സ്ട്രെസ് മാനേജ്മെന്റ്? സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ടതോ ചെയ്യേണ്ടാത്തതോ ആയിട്ടുള്ള ചില കാര്യങ്ങൾ. അതിൽ 4 മേജർ കാര്യങ്ങളാണ്: അവോയ്ഡ്, ഓൾട്ടർ, ആക്സെപ്റ്റ്, അഡാപ്റ്റ്. ഓക്കെ. സോ അവോയ്ഡ് എന്ന് വെച്ചാൽ പേര് പോലെ തന്നെ
സ്ട്രെസ് ഉണ്ടാക്കുന്ന സിറ്റുവേഷൻസ് അല്ലെങ്കിൽ സ്ട്രെസ് ഉണ്ടാക്കുന്ന ആൾക്കാരെ നമ്മൾ അവോയ്ഡ് ചെയ്യുക പറ്റുമെങ്കിൽ. എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്യുന്നത് നമുക്ക് താല്പര്യമില്ല, പക്ഷെ മറ്റുള്ളവർ ഫോഴ്സ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ പൊളൈറ്റായിട്ട് പറ്റില്ല എന്ന് പറയാനായിട്ട് പഠിക്കുക. അതുപോലെ ജോലികൾ ചെയ്യുമ്പോഴാണ് നമ്മൾ സ്ട്രെസ്ഡ് ആകുന്നതെങ്കിൽ നമുക്ക് നല്ലൊരു പ്ലാൻ വേണം. നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് പ്രയോറിറ്റൈസ് ചെയ്ത് ആദ്യം തീർക്കേണ്ട കാര്യം ആദ്യം വെൽ ഇൻ അഡ്വാൻസ് തീർത്ത് വയ്ക്കുക. അപ്പം നമ്മുടെ സ്ട്രെസ് കുറഞ്ഞിരിക്കും. ഇതാണ് അവോയ്ഡ് എന്ന് പറയുന്നത്. അടുത്തത് ഓൾട്ടർ. പേര് പോലെ തന്നെ മാറ്റാൻ കഴിയുന്ന കാര്യങ്ങൾ നമ്മൾ പോസിറ്റീവായിട്ട് മാറ്റുക. സോ ദാറ്റ് നമ്മുടെ സ്ട്രെസ് മാനേജബിൾ ലെവലിൽ ആയിരിക്കാൻ വേണ്ടിയിട്ട്. അതിന് ചെയ്യേണ്ടത് എന്താ? ഒന്ന്, നമുക്ക് ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. പൊളൈറ്റായിട്ടും ഓപ്പൺലിയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഒരു ആരെങ്കിലും നമ്മൾ ചെറുത്തുന്ന പ്രഷർ ആണെന്നുണ്ടെങ്കിൽ അവരോട് ക്ലിയർ ആയിട്ട് പറയാം, ഇന്ന എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, എനിക്ക് ചെയ്യാനായിട്ട് ഇന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യാം, അതിൽ കൂടുതൽ ചെയ്യാനായിട്ട് എനിക്ക് ഇത്രയൊക്കെ വർക്കുണ്ട്, അതുകൊണ്ട് എനിക്കത് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്, പ്ലീസ് അണ്ടർസ്റ്റാൻഡ് എന്നുള്ള രീതിയിൽ പറഞ്ഞ് ഓപ്പൺലി ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് പൊളൈറ്റായിട്ട് അവരോട് കാര്യങ്ങൾ പറഞ്ഞ് ഇനിയല്ല നമ്മൾ കാര്യങ്ങൾ ചെയ്യാതെ വന്ന് പിന്നെ അവസാനം സ്ട്രെസ് ആകുന്നതാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഓൾട്ടർ ചെയ്യണം നമ്മുടെ സ്വഭാവം. ടൈം മാനേജ് ചെയ്യാൻ പഠിക്കണം. പ്ലാൻ ചെയ്ത് റിയലിസ്റ്റിക് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഓരോ ദിവസവും ചെയ്ത് തീർക്കുക. പറ്റാത്ത കാര്യങ്ങൾ ഏക്കാതിരിക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ. അടുത്തത്, ഇത് രണ്ടും അവോയ്ഡും ചെയ്യാൻ പറ്റുന്നില്ല, ഓൾട്ടറും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം. ഓക്കെ. സോ അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുന്ന സിറ്റുവേഷൻസ് വിച്ച് ക്യാൻ നോട്ട് ബി അവോയ്ഡഡ് ഓർ ഓൾട്ടേർഡ്. അതിനെന്താ ചെയ്യേണ്ടത്? ഒന്ന് ചെയ്യാൻ പറ്റുന്നത്, ടു കീപ്പ് ആൻ ഓപ്പൺ മൈൻഡ്. മറ്റുള്ളവർ ഉണ്ടാക്കുന്ന സ്ട്രെസ്സുകൾ അവരെ ഫൊർഗീവ് ചെയ്യാനായിട്ട് പഠിക്കണം. മറ്റുള്ളവരെ മാത്രമല്ല നമ്മളെയും ഫൊർഗീവ് ചെയ്യാനായിട്ട് പഠിക്കണം. നമ്മൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണെങ്കിൽ നമ്മളാണല്ലോ കാരണക്കാരാ സ്ട്രെസ്സിൻ്റെ. അപ്പോൾ നമ്മളെ തന്നെ ഫൊർഗീവ് ചെയ്യാൻ പഠിക്കണം. അതൊന്ന്. ഇത് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെയാണ് കിട്ടുന്നത്. അതുപോലെ നമ്മുടെ ഫീലിങ്സിനെയും ഇമോഷൻസിനെയും മനസ്സിലാക്കി അക്നോളജ് ചെയ്ത് അതിനെ പോസിറ്റീവാക്കി മാറ്റാനായിട്ട് നമ്മൾ ശ്രമിക്കുക. ഏത് സിറ്റുവേഷനിലും ഒരു പോസിറ്റീവ് ഔട്ട്ലുക്ക് കീപ്പ് ചെയ്യാനായിട്ട്, നമ്മുടെ ചിന്തകൾ പോസിറ്റീവ് ആക്കി വെക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക. ഇതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്, സിറ്റുവേഷനെ അക്സെപ്റ്റ് ചെയ്യാൻ. ഓക്കെ. ഇനി അഡാപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ തന്നെ മാറ്റാനായിട്ട് നമ്മൾ പഠിക്കുക. സർക്കംസ്റ്റൻസ് അനുസരിച്ച്, സിറ്റുവേഷൻ അനുസരിച്ച്, നമ്മുടെ എൻവയോൺമെൻറ്റ് അനുസരിച്ച് നമ്മളെ തന്നെ നമ്മൾ മാറ്റാൻ ശ്രമിക്കുക. ഓക്കെ. ഒന്ന്, ഭയങ്കര ഹൈ സ്റ്റാൻഡേർഡ്സ് ഉള്ള ഒരു വ്യക്തിക്ക് എപ്പോഴും സ്ട്രെസ് ആയിരിക്കും. അത് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. പകരം റിയലിസ്റ്റിക് സ്റ്റാൻഡേർഡ്സ് ആയിരിക്കണം. ഇന്ന പരിമിതികളിൽ നിന്നുകൊണ്ട് എനിക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് നമുക്കൊരു റിയലൈസേഷൻ വേണം. അതുപോലെ നെഗറ്റീവ് തോട്ട് പാറ്റേൺസിനെ നിർത്തുക. അങ്ങനത്തെ കാര്യങ്ങൾ ചിന്തിക്കാതിരിക്കുക. പകരം വേറെ എന്തെങ്കിലും ആ സമയത്ത് ചെയ്യുക, മെഡിറ്റേറ്റ് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും കൺസ്ട്രക്റ്റീവായിട്ട് ചെയ്യുക. അതുപോലെ ഒരു സിറ്റുവേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ പ്രോബ്ലംസ് ആലോചിച്ച് അതിനെ പെരുപ്പിച്ചെടുക്കാതെ ഷുഡ് ഹാവ് ചേഞ്ച് യുവർ വ്യൂ പോയിന്റ്, പേഴ്സ്പെക്റ്റീവിൽ കൊണ്ടുവരിക. സിറ്റുവേഷനെ കാണേണ്ട രീതിയിൽ കണ്ട് ഈ ചോദ്യം ചോദിക്കുക, ഈ ഒരു സിറ്റുവേഷൻ 5 വർഷം കഴിയുമ്പം അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണോ? എൻ്റെ ജീവിതം ഒരു 5 വർഷത്തിന് പകരം ഒരു 40-50 വർഷം കഴിയുമ്പം ഇതൊക്കെ അത്ര വലിയ കാര്യമായിരുന്നോ എന്നുള്ളത് നിങ്ങൾ മുൻകൂട്ടി ചിന്തിച്ചു നോക്കുക. അപ്പോൾ ഇറ്റ് ബ്രിങ് ഇറ്റ് ഡൗൺ ഇൻ ടു പേഴ്സ്പെക്റ്റീവ്. വലിയ പ്രശ്നമാണെന്ന് ചിന്തിക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നിസ്സാര കാര്യങ്ങളായിരിക്കും. ഓക്കെ. സോ ദീസ് ആർ ദ തിങ്സ് ദാറ്റ് വി ക്യാൻ ഡു ടു അഡാപ്റ്റ് ടു അവർ സ്ട്രെസ്. അങ്ങനെ നമുക്ക് ഈ 4 മെത്തേഡ്സ് യൂസ് ചെയ്ത് നമുക്ക് സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാം ഒരു പരിധി വരെ. ഓക്കെ. ഇനി അതർ സ്ട്രെസ് മാനേജിങ് ടെക്നിക്സ്, ബ്രീതിങ് എക്സസൈസസ്. ഇത് വളരെ ഹെൽപ്ഫുൾ ആണ്. നമ്മൾ സ്ട്രെസ്സും കൊണ്ട് ഭയങ്കര തലവേദനയും ഒക്കെ ഉണ്ടാകുമ്പോൾ ഡീപ്പായിട്ട് ബ്രീത് ചെയ്ത് ബ്രെത്ത് വിടുക. കുറേ പ്രാവശ്യം ബ്രീത് ചെയ്ത് ബ്രെത്ത് വിടുമ്പോഴത്തേനും നമ്മുടെ ബോഡി സിസ്റ്റം എല്ലാം ഒന്ന് റിലാക്സ്ഡ് ആവും. അതിന് ബ്രീതിങ് എക്സസൈസ് പെട്ടെന്ന് എഫക്റ്റീവായിട്ട് കിട്ടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ദേഷ്യപ്പെട്ടോ അങ്ങനെ ഭയങ്കര നെഗറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നതിന് പകരം നമ്മളൊന്ന് കാം ഡൗൺ ചെയ്യാനുള്ളൊരു മെത്തേഡാണ് ബ്രീതിങ് എക്സസൈസ്. അടുത്ത ഒരെണ്ണം ലോങ് ടേം ഹെൽപ്ഫുൾ ആയിട്ടുള്ളതാണ് മെഡിറ്റേഷൻ. പല ലെവൽസ് ഓഫ് മെഡിറ്റേഷൻ ഉണ്ട്. ഐ ടോൾഡ് യു, നോട്ട് ജസ്റ്റ് യോഗ, വേറെ പല മെത്തേഡ്സ് ഉണ്ട്. അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യും. പിന്നെ കോഗ്നിറ്റീവ് റീഫ്രെയിമിങ്. അതിൻ്റെ അർത്ഥം എന്തുവാ? തോട്ട്സിനെ ഒന്ന്
ഓർഡർ ചെയ്യുന്നതിനാണ് കോഗ്നിറ്റീവ് റീഫ്രെയിമിംഗ് എന്ന് പറയുന്നത്. സോ ലുക്ക് അറ്റ് തിങ്സ് ഫ്രം ഡിഫറെൻറ്റ് ആംഗിൾസ് സോ ദാറ്റ് യു ക്യാൻ സീ ഇറ്റ് ഫ്രം ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ്സ്. റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുക, അതുപോലെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഡയറ്റ് ഉണ്ടായിരിക്കുക. ഇപ്പോൾ ഫിസിക്കലി നമ്മൾ ഹെൽത്തി ആണെങ്കിൽ സ്ട്രെസ് ഉണ്ടാകാനുള്ള ചാൻസസും അതിൻ്റെ എഫക്റ്റ് കുറവായിരിക്കും. ഓക്കെ, മൈൻഡ്ഫുൾനെസ് എന്ന് വെച്ചാൽ എന്തുവാ? മനഃപൂർവ്വം നമ്മൾ പ്രസൻറ്റിൽ ജീവിക്കാൻ നോക്കുക. പഴയതിനെക്കുറിച്ച് ചിന്തിച്ച് വറി ചെയ്യാതെയും നാളത്തിനെ കുറിച്ച് ചിന്തിച്ച് വറി ചെയ്യാതെയും ഇരിക്കാൻ ശ്രമിക്കുക. ഇന്ന് ആവശ്യമുള്ള കാര്യങ്ങൾ ഇന്ന് ചെയ്ത് തീർക്കുക. ബാക്കി കാര്യങ്ങൾ ക്രമേണ നമുക്ക് ഓരോ ദിവസം അന്നത്തെ കാര്യങ്ങൾ അന്നൊന്ന് വറി ചെയ്താൽ മതി. ഓക്കെ, അത് മൈൻഡ്ഫുൾനെസ്. മനഃപൂർവ്വം നമ്മൾ നമ്മളെ തന്നെ അങ്ങനെ ചിന്തിപ്പിക്കുന്നു. അടുത്തത് ബെറ്റർ സോഷ്യൽ റിലേഷൻഷിപ്സ്. ആൾക്കാർ നമുക്ക് സപ്പോർട്ടിങ് സിസ്റ്റം ഉണ്ടെങ്കിൽ ഇമോഷണൽ സപ്പോർട്ടിനും നമുക്ക് കോൺഫിഡൻസ് തരാനും നമുക്ക് ആവശ്യമുള്ളപ്പം ഇൻഫർമേഷൻ തരാനും നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് ഷെയർ ചെയ്യാനും ഒക്കെ നമുക്ക് ആൾക്കാർ, ഫ്രണ്ട്സോ റിലേഷൻസോ എങ്ങനെയാണോ നമുക്കൊരു ഗുഡ് സോഷ്യൽ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാനായിട്ട് കഴിയും. ഓക്കെ, ഇതാണ് അതർ ടെക്നിക്സ് ഓഫ് സ്ട്രെസ് മാനേജ്മെന്റ്. ഇനി വാട്ട് ആർ ദ ഡിഫറെൻറ്റ് സ്ട്രെസ് മാനേജ്മെന്റ് അപ്രോച്ചസ്? ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ സ്ട്രെസ് മാനേജ്മെന്റ് അപ്രോച്ചസ് ആയിട്ട് ഞാൻ തിരിച്ചിരിക്കുകയാണ്. ഒന്ന്, ആക്ഷൻ ഓറിയൻറ്റഡ്, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളായിട്ട് എന്തൊക്കെയാണ് ഉള്ളത് അത് ടൈം മാനേജ് ചെയ്യാനായിട്ട് പ്ലാനിങ് നടത്തുക, ഡെലിഗേറ്റ് ചെയ്യുക. അതായത് നമ്മളിപ്പോൾ ഒരു മാനേജർ ആണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ വർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റാത്തത് നോ, ലേൺ ടു സേ നോ, എനിക്ക് പറ്റില്ല എന്ന് പൊളൈറ്റായിട്ട് പറയാൻ നോക്കുക. കോൺഫ്ലിക്റ്റ് ഉണ്ടാകാതെ മാനേജ് ചെയ്യാനായിട്ട് നോക്കുക, പക്ഷേ വഴക്കുകൾ ഉണ്ടാകാതെ മാനേജ് ചെയ്യാൻ കാര്യങ്ങൾ നോക്കുക. നമ്മുടെ വർക്ക് അറ്റ്മോസ്ഫിയറും ഹോം അറ്റ്മോസ്ഫിയറും ചേഞ്ച് ചെയ്യുക സോ ദാറ്റ് വി ക്യാൻ അഡ്ജസ്റ്റ് ടു ദ സ്ട്രെസ് ലെവൽ. അതാണ് ആക്ഷൻ നമ്മൾ ചെയ്യേണ്ട കാര്യം. ഇമോഷൻ ഓറിയൻറ്റഡ് എന്ന് വെച്ചാൽ മനസ്സിൽ നടക്കുന്ന കാര്യങ്ങൾ, ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ്. അതിനെന്തോ ഒന്ന് കോഗ്നിറ്റീവ് റീഫ്രെയിമിങ്, ഞാൻ പറഞ്ഞു, ചിന്തകളെ നമ്മൾ ചേഞ്ച് ചെയ്യുക, പോസിറ്റീവായിട്ട് ചിന്തിക്കുക. നെഗറ്റീവ് തോട്ട് പാറ്റേൺസോ അൺസ്യൂട്ടബിൾ ആയിട്ടുള്ള തോട്ട് പാറ്റേൺസോ ഉണ്ടെങ്കിൽ അതൊക്കെ പരിമിതിയിൽ നിർത്തുക. അതുപോലെ തന്നെ യൂസ് അഫർമേഷൻസ് ആൻഡ് വിഷ്വലൈസേഷൻസ് എന്ന് വെച്ചാൽ നമ്മളെ തന്നെ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ റിവാർഡ് ചെയ്യാനും അത് കാണത്തക്കവണ്ണമുള്ള രീതിയിൽ പോസിറ്റീവായിട്ട് നമുക്കൊരു ആറ്റിറ്റ്യൂഡ് തരാനായിട്ടും ചാർട്ട്സോ പ്രോസസ്സസോ എന്തെങ്കിലുമൊക്കെ നമ്മൾ കീപ്പ് ചെയ്യും. ഓക്കെ, അതിനെയാണ് ഇമോഷൻ ഓറിയൻറ്റഡ് അപ്രോച്ചസ് എന്ന് പറയുന്നത്, നമ്മുടെ ഫീലിങ്സിനെ ഹെൽപ്പ് ചെയ്യാനായിട്ടുള്ള അപ്രോച്ചസ്. അടുത്തത് അക്സെപ്റ്റൻസ് ഓറിയൻറ്റഡ് എന്ന് വെച്ചാൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ, ഓൾട്ടർ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ മാനേജ് ചെയ്യാനായിട്ടുള്ള അപ്രോച്ചസ് ആണ്. അത് ഞാൻ പറഞ്ഞു നേരത്തെ, മെഡിറ്റേഷൻ, ഫിസിക്കൽ എക്സസൈസസ്, ഇന്റർപേഴ്സണൽ കണക്ഷൻസ്, സോഷ്യൽ സപ്പോർട്ട് ആൻഡ് കോപ്പിംഗ് വിത്ത് ചേഞ്ച്. ഓക്കെ, ചേഞ്ച് ആയിട്ട് കോപ്പ് ചെയ്യാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യാം. ഇങ്ങനെ 3 അപ്രോച്ചസ് ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ആവശ്യമായ ഒരു കാര്യമാണ് റെസിലിയൻസ്. എപ്പോഴും എല്ലാ കാര്യങ്ങളും എത്ര നമ്മൾ മാനേജ് ചെയ്താലും പോസിറ്റീവായിട്ട് തന്നെ പോകണം എന്നൊന്നും നിർബന്ധമില്ല. അഥവാ ഒരു സെറ്റ് ബാക്ക് വന്നാൽ, ഒരു വീഴ്ച വന്നാൽ അതിൽ നിന്നും നമ്മൾ വീണ്ടും റിക്കവർ ചെയ്ത് എഴുന്നേറ്റ് വരണം. ഇങ്ങനത്തെ ആൾക്കാരെന്ന് വെച്ചാൽ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആയിരിക്കും, ഒരു ഗോൾ ഓറിയൻറ്റഡ് അപ്രോച്ച് ഉണ്ടായിരിക്കും, എംപത്തറ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആയിരിക്കും ലൈഫ്. ലൈഫ് ആർ അപ്സ് ആൻഡ് ഡൗൺസ്. അത് മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നവർക്കാണ് ഈ റെസിലിയൻസ് ഉണ്ടാകത്തുള്ളൂ. വാട്ട് ആർ ദ കോമ്പണൻസ് ഓഫ് റെസിലിയൻസ്? ചാലഞ്ച്. ഒരു അഡ്വേഴ്സ് ആയിട്ടുള്ള ഒരു നെഗറ്റീവ് സിറ്റുവേഷനെ ഒരു എല്ലാം തകർന്നു മറിഞ്ഞ് എൻ്റെ ജീവിതം മുഴുവനും പോയേ എന്ന് പറയുന്നതിന് പകരം അതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുത്തിട്ട്, അതൊരു ചാലഞ്ച് ആയിട്ട് എടുത്തിട്ട് റെസ്പോണ്ട് ചെയ്യാനായിട്ടുള്ള കഴിവ്, അതിനെയാണ് ഒരു കോമ്പണന്റ് ഓഫ് റെസിലിയൻസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ കോമ്പണന്റ് ഓഫ് റെസിലിയൻസ് എന്ന് പറയുന്നത് കമ്മിറ്റ്മെന്റ്. നമ്മൾ ഒരു കാര്യം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് പോകുമ്പോൾ പല പ്രശ്നങ്ങളും ഉണ്ടാവും, പക്ഷെ ഐ എം കമ്മിറ്റഡ് ടു ദാറ്റ് പർട്ടിക്കുലർ കോസ് ഓർ ഐഡിയ ഓർ ആക്ടിവിറ്റി ഓർ പേഴ്സൺ. ഇപ്പോൾ ഫാമിലി ആയിട്ടുള്ള കാര്യമാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഭർത്താവോ എൻ്റെ ഭാര്യയോ എൻ്റെ അപ്പനോ അമ്മയോ മക്കളോ ഒക്കെ ആയിരിക്കും സ്ട്രെസ് ഉണ്ടാക്കുന്നത്, പക്ഷേ ഐ ആം കമ്മിറ്റഡ് ടു ദാറ്റ് പേഴ്സൺ. അതുകൊണ്ട് ഞാൻ ആ സിറ്റുവേഷനെ ഓവർകം ചെയ്യാനായിട്ട് ഞാൻ മനഃപൂർവ്വം ശ്രമിക്കുക. ദാറ്റ് മോട്ടിവേറ്റ്സ് ടു ഓവർകം സെറ്റ് ബാക്സ്. അവർ പെർഫെക്റ്റ് ആകത്തില്ല, ഞാനും പെർഫെക്റ്റ് അല്ല, പക്ഷേ ഞാൻ എൻ്റെ കമ്മിറ്റ്മെൻറ്റ് കാരണം അവരുടെ കൂടെ ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് ഞാൻ സെൽഫ് മോട്ടിവേറ്റഡ് ആണ്. അതിനെയാണ് കമ്മിറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ആൻ അപ്രോച്ച് ഫോർ റെസിലിയൻസ്.
മൂന്നാമത്തെ കാര്യം പേഴ്സണൽ കൺട്രോൾ. എനിക്ക് തന്നെ ഐ ഹാവ് കൺട്രോൾ ഓവർ മൈ തോട്ട്സ് ആൻഡ് ഐ dwell on my strengths, not on my weaknesses. അത് will help me to be resilient. അങ്ങനെ പ്രശ്നങ്ങളെ ഓവർകം ചെയ്യാനായിട്ട് നമുക്ക് നമ്മളെ തന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് കഴിയും. പിന്നെ അനദർ മെത്തേഡ് ടെക്നീക്ക് ഫോർ മാനേജിങ് സ്ട്രെസ്സസ് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ്. മൊത്തം പ്രശ്നങ്ങളാണ്, ഒന്നുമില്ല നമുക്ക് പറയാൻ. പക്ഷെ നമ്മൾ ഇരുന്ന് ഒരു പേപ്പർ എടുത്തിട്ട് എഴുതുകയാണ്, എൻ്റെ ഈ പ്രശ്നങ്ങളുള്ള സിറ്റുവേഷൻസിലും എന്താണ് എനിക്ക് പോസിറ്റീവായിട്ടുള്ളത്. ഓക്കെ, ഇപ്പം സിറ്റുവേഷനാണ് പ്രശ്നം, വർക്കിലാണ് പ്രശ്നമെങ്കിൽ എനിക്ക് ഐ ക്യാൻ ബി താങ്ക്ഫുൾ ഫോർ മൈ ഫാമിലി. ഓക്കെ, ഐ ക്യാൻ ബി താങ്ക്ഫുൾ ഫോർ മൈ ഹെൽത്ത്. ഓക്കെ, ഐ ക്യാൻ ബി താങ്ക്ഫുൾ ഫോർ സോ മെനി ഡിഫറെൻറ്റ് തിങ്സ്. അത് പർപ്പസ്ലി നമ്മൾ തന്നെ ജേർണൽ ചെയ്യുക, എഴുതി വയ്ക്കുക. ഫോർ വാട്ട് ആർ ദി തിങ്സ് ദാറ്റ് ഐ ആം താങ്ക്ഫുൾ ഫോർ. ഡെയിലി ചെയ്യാൻ വേണമെങ്കിൽ, ഇൻ്റർവെൽസിൽ ചെയ്യാൻ വേണമെങ്കിൽ, വാട്ട് എവർ വേ. എന്നിട്ട് ഐ എം റിമൈൻഡിങ് മൈ സെൽഫ് ഓഫ് ദ പോസിറ്റീവ് സൈഡ് ഓഫ് മൈ ലൈഫ് even if there are difficulties. It helps us to appreciate our blessings. Okay, നമുക്ക് ഉള്ള ഒരു ഇംഗ്ലീഷ് പാട്ടുണ്ട്, count your blessings, name them one by one and it will surprise you what the Lord has done. എന്നിട്ട് നമ്മൾ ആശ്വസിക്കുകയാണ്, ഇത്രയൊക്കെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടല്ലോ. അതൊരു മനഃപൂർവ്വമായിട്ട് നമ്മൾ തന്നെ നമ്മുടെ മൈൻഡ് സെറ്റിനെ മാറ്റാനായിട്ട് ചെയ്യുന്ന ഒരു എക്സസൈസാണ് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് എന്ന് പറയുന്നത്. എന്നിട്ട് ഐ എം മേക്കിംഗ് എ കോൺഷ്യസ് ഡിസിഷൻ. ഞാൻ തന്നെ അങ്ങ് തീരുമാനിക്കുക, ഐ വിൽ ബി ഹാപ്പി. ഓക്കെ, ഐ വിൽ ബി ലെസ് സ്ട്രെസ്ഡ്. ഇത് കുറച്ച് നാളത്തെ ഒരു പ്രശ്നമാണ്, അത് മാറും, അത് തീരും, അത് കഴിയുമ്പോൾ വീണ്ടും നല്ല സമയങ്ങൾ വരും എന്ന് ഞാൻ എന്നെ തന്നെ പോസിറ്റീവ് മൈൻഡ് സെറ്റിലേക്ക് എന്നെ തന്നെ കൊണ്ടുവരുന്ന ഒരു പ്രക്രിയയാണ് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ്. ഓക്കെ, വിത്ത് ദിസ് I am concluding today's session. If you have got any doubts, please contact me via our Google groups. Thank you.